ചെങ്ങന്നൂർ നൂറ്റവൻപാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഇവിടെ താമസിച്ചു വരുന്ന പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ കുടിയിറക്ക ഭീഷണി നേരിടുന്നതിനെ തുടർന്നാണ് പ്രതിഷേധം. ചെങ്ങന്നൂർ പുലിയൂർ പഞ്ചായത്ത് 4-ാം വാർഡായ നൂറ്റവൻപാറ പ്രദേശത്തെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ള 100-ലേറെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ആത്മബോധോദയ സംഘം, ശ്രീ ശുഭാനന്ദ വിശ്രമാശ്രമം ട്രസ്റ്റ്, പ്രദേശത്തെ വിവിധ സാമുദായിക സംഘടനകളുടെ ശാഖായോഗങ്ങൾ തുടങ്ങിയവയുടെ സംയുക്ത യോഗമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിനോട് ഈ നൂറ്റവൻപാറയോട് അനുബന്ധിച്ച് ഒരു ശുഭാനന്ദ ആശ്രമം നിലനിന്ന് പ്രവർത്തിച്ചു വരുന്നു. ഇത് നൂറ്റാണ്ടുകളുടെ വഴക്കമുള്ള 1111 ചിത്രനാഥ് മഹാരാജ രാജ്യം ഭരിക്കുമ്പോൾ, കേരളം ഭരിക്കുമ്പോൾ അന്നത്തെ പ്രജാസഭ മെമ്പറായിരുന്ന കാവാരികുളം കണ്ണകുമാരൻ വഴിയാണ് ഈ പാവപ്പെട്ടവരായ ആളുകൾക്ക് ഈ സ്ഥലം കിട്ടാൻ കാരണം. ഈ സ്ഥലമെന്ന് പറയുന്നത് മൊത്തത്തിൽ 7 ഏക്കർ 64 സെന്റ് സ്ഥലമാണ്. അത് ആരാധനാലയത്തിനും മറ്റ് സംസ്കാര ചടങ്ങുകൾക്കുമൊക്കെ ആയിട്ടാണ് ഇത്രയും സ്ഥലം ഇവിടെ അനുവദിച്ച്. അത് തന്നെയല്ല, ഇത് അളന്ന് തിട്ടപ്പെടുത്തി ഓരോരുത്തർക്കും കല്ലിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ബോർഡ് ഇരിക്കുന്ന ശുഭാനന്ദാശ്രമത്തിന് ബോർഡും ആശ്രമത്തിന് കാശ് മുടക്കിയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ശുഭാനന്ദാശ്രമം എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിന് ഈ ബോർഡ് മാറ്റിക്കൊണ്ട് ഇവിടെ വരുന്ന ടൂറിസത്തിൻ്റെ ബോർഡായിരിക്കും. അത് അനുവദിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പോൾ ഇത്രയും കുഴപ്പമേറിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഈ പ്രദേശവാസികളെ വെറും മണ്ടന്മാരാണ്, ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഹുങ്കൂടി ഈ പദ്ധതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കിയാൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു പൗരൻ എന്ന രീതിയിലും അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾ സമരത്തോടു കൂടി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, MLA, RDO, തഹസിൽദാർ, വില്ലേജ് ഓഫീസ് ഇത്രയും കാര്യങ്ങളിൽ ഇതെത്തിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി തലമുറ കൈമാറി കൈവശാവകാശത്തിലും ഉടമസ്ഥതയിലും നൂറ്റവൻപാറ പ്രദേശത്ത് അധിവസിച്ചു വരുന്ന ജനസമൂഹത്തിന്റെ ഭൂവുടമ അവകാശവും വീടുകളടക്കമുള്ള സ്വത്തും സമ്പാദ്യവുമടക്കം ഇല്ലാതാക്കി തങ്ങളെ വഴിയാധാരമാക്കുന്ന തീരുമാനം സർക്കാരും ടൂറിസം വകുപ്പും പുനഃപരിശോധിക്കണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെട്ട കർമ്മസമിതിയും ആവശ്യപ്പെട്ടു. എൻ്റെ പേര് റോയി മാത്യു. ഞാൻ ഈ സ്ഥലവാസിയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്താണ് പത്രമാധ്യമങ്ങളിൽ കൂടി ഇവിടുത്തെ നാട്ടുകാർ അറിയുന്നത് ഇവിടെ ഒരു ടൂറിസം പദ്ധതി വരുന്നെന്നുള്ളത്. അപ്പോൾ പദ്ധതി വരുന്നു, അതിന് പണം വരെ അനുവദിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ നാട്ടുകാർക്ക് അറിയാൻ കഴിഞ്ഞത്. അത് മാധ്യമങ്ങളിൽ കൂടിയാണ് അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കുറേ വലിയ പദ്ധതിയായിട്ട് ആണ് ആ പദ്ധതി വരുന്നത്. പക്ഷേ ആ പദ്ധതി വരുമ്പോൾ തന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 500 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് ഒരു ഉയർന്ന സ്ഥലമാണെന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടൂറിസം പദ്ധതി ഒരു വലിയൊരു പദ്ധതിയായിട്ട് വിഭാവനം ചെയ്ത് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ചുറ്റുപാടും കിടക്കുന്ന ജനങ്ങളെ ബാധിക്കാതിരിക്കത്തില്ല. ഇത്രയും വർഷങ്ങളായിട്ട് 60 വർഷത്തിൽ കൂടുതലായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതുവരെ ഈ പാറയിൽ കയറി ഒരു അപകടം ഉണ്ടായിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പെൺകുട്ടിയുടെ മരണം ഇവിടെ ഉണ്ടായി. അതായത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പാറയിൽ നിന്ന് ഒരാൾ. അപ്പം അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു സ്ഥലം കൂടാണ്. കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആശ്രമം, ശുഭാനന്ദാശ്രമം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ആശ്രമത്തിലേക്കുള്ള വഴിയാണ്. അവിടെ ഇത്രയും ആൾക്കാരുടെ ഒരു ആരാധനാലയമാണ്. അതുപോലെ തന്നെ വളരെയധികം ആൾക്കാർ വന്നു പോവുകയും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടുത്തെ ആൾക്കാർ അത് ആശങ്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 5 സെൻറ്റ് ഭൂമികളിൽ, ഓരോ 5 സെൻറ്റ് ഭൂമിയിൽ വളരെ അടുത്തടുത്താണ് ഈ ആൾക്കാർ താമസം. അപ്പോൾ ഇപ്പോഴും കുടിവെള്ളത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇനി ഒരു പദ്ധതിയും കൂടെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഈ സാധാരണക്കാരെ ബാധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി
അധികം പട്ടികജാതി പട്ടികവർഗത്തിലുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലവുമാണ്. അപ്പോൾ ഇവരെല്ലാം 5 സെൻറ്റ് പട്ടയഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവരെ എങ്ങോട്ടേലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതുവരെയുള്ള ജീവിതത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അവരിപ്പോൾ ഇതിന് ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ ജീവിതം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇത്തരം ഒരു പദ്ധതിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചെങ്ങന്നൂർ താലൂക്കിൽ പുലിയൂർ വില്ലേജിൽപ്പെട്ട നൂറ്റവൻപാറയും സമീപ പ്രദേശവും ഉൾപ്പെടെ ഏകദേശം 7 ഏക്കർ 64 സെന്റ് ഭൂമിയാണ് ടൂറിസം പദ്ധതിക്കായി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശമാകട്ടെ രാജഭരണകാലത്ത് പട്ടികജാതി കുടുംബങ്ങൾക്കായി പതിച്ചു നൽകിയിട്ടുള്ളതും തുടർന്ന് നൂറ്റവൻപാറ കേന്ദ്രീകരിച്ച് പ്രാഥമിക വിദ്യാഭ്യാസത്തിനും സാമൂഹിക ആരാധനയ്ക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമായി മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും കൽപ്പിച്ച് അനുവദിച്ച് നൽകിയിട്ടുള്ളതുമാണ്. പ്രദേശത്തെ നാനാമതസ്ഥരുടെ ആത്മീയ കേന്ദ്രമായി ശ്രീ ശുഭാനന്ദ വിശ്രമാശ്രമവും അനുബന്ധ സ്ഥാപനങ്ങളും 110 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വർഷം തോറും മേടമാസത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരം ജന്മനക്ഷത്ര മഹോത്സവവും മറ്റ് വിവിധ ആട്ടവിശേഷങ്ങളും ആണ്ടുതോറും മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. പ്രദേശത്ത് വിവാഹ ചടങ്ങുകൾ, വിദ്യാരംഭം, നൂലുകെട്ട് തുടങ്ങിയ കാര്യങ്ങളിലും ശുഭാനന്ദാശ്രമ സങ്കേതം പ്രയോജനപ്പെടുത്തി വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ശുഭാനന്ദാശ്രമ മന്ദിരത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ്. താമസക്കാരെ പൊടുന്നനെ ഒഴിപ്പിച്ചും ഇവിടുത്തെ താമസക്കാർ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന സ്വാതന്ത്ര്യാവകാശങ്ങളും നിഷേധിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അല്ലാതെയുള്ള തീരുമാനത്തിനെതിരെ ജനാധിപത്യ രീതിയിലുള്ള ശക്തമായ സമര പരിപാടികളിലൂടെ നേരിടുമെന്നും കർമ്മസമിതി അംഗങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.